ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മൾ ട്രാൻസ്പോർട്ടേഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഓപ്പറേഷൻ മാനേജ്മെൻറ്റിനകത്ത് കയറി വരുന്ന ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ്റെ സ്റ്റെപ്സുകൾ നമ്മൾ സംസാരിച്ചു. അതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് നമുക്കൊരു ഇനീഷ്യൽ ഫീസിബിൾ ടേബിൾ വേണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 മെത്തേഡുകളാണെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞ ഏതായിരുന്നു, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനമാണ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. ഒറ്റ സ്റ്റെപ്പിനകത്ത് മാത്രമേ അവിടെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കയറി വരുന്നുള്ളൂ. അതായത് നമ്മൾ ഇന്നലെ വരച്ചതുപോലെ ആ മെട്രിക്സ് എടുക്കുക, ആ മെട്രിക്സിനകത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റ് ഏതാണെന്ന് നോക്കുക. മനസ്സിലായി? അതിന് അല്ലെങ്കിൽ ഏത് സെല്ലിലാണെന്ന് നോക്കുക. ആ സെല്ലിലോട്ട് മാക്സിമം അങ്ങ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് ആ തന്നിരിക്കുന്ന ആ മെട്രിക്സിനകത്തുള്ള ഓരോ സെല്ലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ സെൽസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. അവിടെ റോ വൈസോ കോളം വൈസോ അങ്ങനെയൊന്നും നോക്കണ്ട. ആ ടോട്ടൽ മെട്രിക്സിനകത്ത് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് നോക്കാം. അതിനകത്ത് മാക്സിമം പോസിബിൾ ആയിട്ട് കയറി വരുന്ന അലോക്കേഷൻസ് ഏതാണോ അത് നമുക്ക് ചെയ്യാം. നോക്കാം സ്റ്റെപ്സ് നോക്കി. സ്റ്റെപ്സിന് മുമ്പ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. ദ അലോക്കേഷൻ അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ഈസ് വെരി യൂസ്ഫുൾ ആൻഡ് ഇറ്റ് ടേക്സ് ടു കൺസിഡറേഷൻ ദ ലോവസ്റ്റ് കോസ്റ്റ് ആൻഡ് therefore reduce the computation as well as the amount of time necessary to arrive the optimum solution. Various steps of this method can be summarized as under. മനസ്സിലായി? സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്ന്, സെലക്ട് ദ സെൽ വിത്ത് ദ ലോവസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എമംഗ് ഓൾ റോസ് ആൻഡ് കോളംസ് ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. എല്ലാ ടോട്ടൽ ആയിട്ടുള്ള എല്ലാ റോസിനെയും കോളത്തിനെയും ചെക്ക് ചെയ്യുക. ഇഫ് ദ മിനിമം കോസ്റ്റ് ഈസ് നോട്ട് യൂണിക് ദെൻ സെലക്ട് ആർബിട്രറിലി എനി സെൽ വിത്ത് ദ മിനിമം കോസ്റ്റ് എന്നാണ് പറയുന്നത്. മനസ്സിലായി? അതായത് എല്ലാ കോസ്റ്റും എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാണോ അല്ലെങ്കിൽ സെൽ ഏതാണോ അതിനകത്തോട്ട് മാക്സിമം അലോക്കേറ്റ് ചെയ്യുക. ഇനി അങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ നേരത്ത് ഒന്നിൽ കൂടുതൽ സെൽസ് ഒരേ നമ്പർ തന്നെയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഏറ്റവും ചെറുത് 2, 3 സ്ഥലങ്ങളിൽ 2 ഉണ്ട്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ആർബിട്രറി എന്നാണ് പറയണേ. അതിനേക്കാൾ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ആ 3 ഏറ്റവും കൂടുതൽ മാക്സിമം അലോക്കേഷൻ വരുന്നത് ഏതാണെന്ന് നോക്കാം. അതിനകത്ത് അങ്ങ് ചാർജ് ചെയ്ത് കൊടുക്കാം. കൺഫ്യൂസ് ചെയ്യണ്ട, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 2, അലോക്കേറ്റ് ആസ് മെനി യൂണിറ്റ്സ് ആസ് പോസിബിൾ ടു ദ സെൽ ഡിറ്റർമൈൻ ഇൻ സ്റ്റെപ്പ് 1. എന്നിട്ട് ആ റോയോ കോളോ അങ്ങ് എലിമിനേറ്റ് ചെയ്യുക. ആൻഡ് സ്റ്റെപ്പ് 3, റിപ്പീറ്റ് സ്റ്റെപ്പ് 1 and 2. അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? സോ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് വരുന്നത് ഏതാണോ അതിനകത്ത് നമുക്ക് മാക്സിമം അലോക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ സെൽസിനകത്ത് ഒരേ യുണീക്ക് നമ്പറാണ് കയറി വരുന്നതെങ്കിൽ അവിടെ ആ സെൽസ് നമുക്ക് നോക്കാം. അതിനകത്ത് ഏതിനകത്താണോ മാക്സിമം അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെ ആദ്യം എടുത്ത് അങ്ങ് അലോക്കേറ്റ് ചെയ്യാം. ആൻസർ അല്ലെങ്കിൽ ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇത് ചുമ്മാ ഒരു ഡെമോ മെട്രിക്സ് ചെയ്തതാ. ഇന്നലെ ചെയ്തതുപോലെ തന്നെ നമ്മൾ പ്രൈമറിലി ഏത് ചെക്ക് ചെയ്യണം, ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആണോ എന്ന് നോക്കണം. അത് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാത്തിനകത്ത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കാനുള്ളതാണ്. മനസ്സിലായി? ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇന്നലെ നമ്മൾ ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്തത്, ഒരു ഡമ്മി കോളോ ഡമ്മി റോയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതേപോലെ ഏത് മെത്തേഡ് ആണെങ്കിലും ശരി, ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ആണെങ്കിലും ശരി, ഈ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആണെങ്കിലും ശരി, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ആണെങ്കിലും ശരി, നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ, ആ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആണെന്ന് നോക്കണം. അല്ലെങ്കിൽ ഒരു ഡമ്മി റോയോ കോളോ ചെയ്യണം. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. സോ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആണെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിയേ, 120, 150, 130, 100, 130. ഇപ്പം എത്ര വരും? 100, 200, 300, 400, 500 വരും അല്ലേ. 500 വരും. ഇനി ഡിമാൻഡ് നോക്കിയേ, 150, 250, 450 ആൻഡ് 500. സോ 500 തന്നെ സപ്ലൈ വരും. ഇനി ഏത് മെത്തേഡ് ആണെങ്കിലും ഞാൻ ഓരോ മെത്തേഡിനകത്ത് എടുത്ത് പറയുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാ മെത്തേഡിനകത്തും നമുക്ക് പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആണോ എന്ന് ചെക്ക് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ഇവിടെ ലീസ്റ്റ് കോസ്റ്റിനകത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കി, 4 റോയും 4 കോളവും തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ മാക്സിമം നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. ഇവിടെ നോക്കി, 8765 ഏറ്റവും ലിസ്റ്റ് 1 ആണ് അല്ലേ. ആ 1-നകത്ത് നമുക്ക് മാക്സിമം എത്ര അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. എത്രയാ? അതായത് ഈ പറയുന്നത് പോലെ ABCD 4 മാർക്കറ്റും 1 2 3 4 4 ഗോഡൗൺസ് ആണെന്ന് വിചാരിക്കുക.
അതായത് 4 മാർക്കറ്റ് 4 ഗോഡൗൺസും ആണ് തന്നിരിക്കണതെന്ന് വിചാരിക്കുക സപ്പോസ്. സോ നോക്കിയേ, ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് 1 ആണ് അല്ലേ? ആ 1-നകത്ത് മാക്സിമം നമുക്ക് എത്ര അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അതായത് 4-ൽ നിന്ന് ഗോഡൗൺ 4-ൽ നിന്ന് 150 യൂണിറ്റ് സപ്ലൈ ഉണ്ട് ആണോ? ഗോഡൗൺ 4-ൽ നിന്ന് 150 യൂണിറ്റ് സപ്ലൈ ഉണ്ട്. പക്ഷെ മാർക്കറ്റ് ഡീല് ഡിമാൻഡ് ആകെ എത്രയേ ഉള്ളൂ? 50 യൂണിറ്റ് ഡിമാൻഡേ ഉള്ളൂ. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? 50 മാക്സിമം അലോക്കേഷൻ എന്ന് പറയുന്നത് 50 ആണ്. 50 യൂണിറ്റ് നമുക്ക് അങ്ങ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് 0 ആയി ആണോ? ഇനി ഇതില്ല. ചെയ്ത കാര്യം മനസ്സിലായല്ലോ? ഇനി ഇവിടെ എത്ര? 130 മാറി 80 ആവും അല്ലേ? കാരണം ടോട്ടൽ സപ്ലൈ ഉള്ളത് 130 ആണ്. 130-ൽ 50 എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിക്ക് കൊടുത്തു. ബാക്കി ഇനി എത്രയേ ഉള്ളൂ? 80 ഉള്ളൂ. ഇത് നോക്കിയേ, ഇവിടെ 0 ആയതുകൊണ്ട് ആ എൻറ്റയർ റോ നമ്മൾ അങ്ങ് ക്യാൻസൽ ചെയ്തു. ഇനി ഇതാണ് നമ്മുടെ ബാക്കി മെട്രിക്സ്. ഇതിനകത്ത് ലീസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് നോക്കണം. ഇതിനകത്ത് ലീസ്റ്റ് കോസ്റ്റ് ഏതാ? 3 ആണ് അല്ലേ? 3-ക്കും ഇതേപോലെ തന്നെ മാക്സിമം അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങ് അലോക്കേറ്റ് ചെയ്യാം. നോക്കി, 3 വരുന്നത് ഗോഡൗൺ നമ്പർ 4-നകത്ത്. അവിടെ ഇനി എത്ര മാത്രമേ ഉള്ളൂ? സപ്ലൈ 80 മാത്രമേ ഉള്ളൂ. വരുന്നത് ബി എന്ന് പറയുന്ന മാർക്കറ്റാണ്. മാർക്കറ്റിന്റെ ഡിമാൻഡ് എത്രയാണ്? 100 ആണ്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എത്ര അലോക്കേറ്റ് ചെയ്യാം? 80 അങ്ങ് അലോക്കേറ്റ് ചെയ്യാം അല്ലേ? സോ ഇവിടെ ഇത് 0 ആയി. ഇവിടെ 100 എന്ന് മാറിയിട്ടുള്ള ഇനി ബാലൻസ് എത്ര ഉള്ളൂ? 20 ഉള്ളൂ. ചെയ്താൽ മനസ്സിലായോ? അങ്ങനെ ചെയ്യുമ്പോൾ ഇതും അങ്ങ് ക്യാൻസൽ ആയി. കാരണം 0 ആയി. 0 ആയാൽ ഇനി ഗോഡൗൺ 4-ൽ നിന്ന് ഇനി ഒന്നുമില്ല സപ്ലൈ ചെയ്യാൻ. 0 ആയി. ഇത് നോക്കിയേ, ഇതാണ് പുതിയ മെട്രിക്സ്. ഈ മെട്രിക്സിനകത്ത് ലീസ്റ്റ് വരുന്നത് ഏതാ? ഇനി വരുന്നത് 4 ആണോ? സോ നമുക്ക് 4 ചൂസ് ചെയ്യാം. 4 ചൂസ് ചെയ്താൽ നോക്കിയേ, ബിക്ക് ഇനി ഡിമാൻഡ് ആയിട്ടുള്ളത് 20 മാത്രമാണ് അല്ലേ? സോ നമുക്ക് 20 കൊടുക്കാം. ഓക്കെ, 20 കൊടുത്താൽ ഇതെന്തായി? ഇത് 0 ആയി. ഏതാ? ഗോഡൗൺ നമ്പർ 2 ആ. ഗോഡൗൺ നമ്പർ 2-ൽ എത്രയുണ്ട് സപ്ലൈ? 150 ഉണ്ട്. 20 പോയി കഴിഞ്ഞാൽ ബാലൻസ് 130 വരും അല്ലേ? നോക്കി, അവിടെ 0 ആയി. സോ ഈ ഒരു എൻറ്റയർ റോ നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്യാം. ചെയ്താൽ മനസ്സിലായോ? ഇനി ബാലൻസ് ഇതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇനി ബാലൻസ് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കി. 8765557 അല്ലെ? അതായത് ഇത്രയും നേരം ലീസ്റ്റ് കോസ്റ്റ് എടുക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്ത് 2 എണ്ണം വരുന്നുണ്ട്. 5 ആണ് ലീസ്റ്റ് കോസ്റ്റ്. ആ 5 എണ്ണം 2 സ്ഥലങ്ങളിൽ കയറി വരുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ രണ്ട് അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് യൂണീക്ക് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ 2 സെല്ലും എടുക്കണം. എന്നിട്ട് അതിനകത്ത് ഏറ്റവും മാക്സിമം ഏതിനകത്താണോ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ചൂസ് ചെയ്യണം. ഇപ്പൊ സപ്പോസ് ഇവിടെ ഈ 5 എടുത്തു എന്ന് വിചാരിക്കുക. ഈ 5 എടുത്താൽ നോക്കിയേ, ഇവിടെ 130-യും ഇവിടെ 200-ഉം ആണ് അല്ലെ? സോ നമുക്ക് ഇവിടെ എത്ര ചൂസ് ചെയ്യാം? ഇവിടെ 130 കൊടുക്കാം. ഈ 5 എടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ 100-ഉം ഇവിടെ 200-ഉം ആണ്. സോ നമുക്ക് മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുള്ളൂ? 100 കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ, അതായത് യുണീക്ക് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനകത്ത് മാക്സിമം അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളെ ആദ്യമേ ചൂസ് ചെയ്യുക. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഈ 5 എടുത്താൽ ഉള്ള ഗുണം എന്നാ? ഇവിടെ ഇനി സപ്ലൈ ബാക്കി 130 ഉണ്ട് അല്ലേ? ഇവിടെ നോക്കിയേ, 200 ആണ് ഡിമാൻഡ് പറഞ്ഞത്. സോ നമുക്ക് ഇവിടെ എത്ര കൊടുക്കാം? 130 കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ ഈ 5 ആണെങ്കിൽ നമുക്ക് ഇനി എത്ര കൊടുക്കാൻ പറ്റുള്ളൂ? 100 കൊടുക്കാൻ പറ്റുള്ളൂ. സോ ആദ്യം ഈ 130 എടുക്കുക. ഈ 130-നെ 0 ആക്കുക. മനസ്സിലായോ? ഈ 200 മാറി ബാക്കി എത്ര വരും? 70 വരും. ചെയ്താൽ മനസ്സിലായല്ലോ? ആൻഡ് നെക്സ്റ്റ് ഇതേ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് 5 ആണ്. 5 എടുക്കുമ്പോൾ ഒരു ഗുണം നോക്കിയേ, ഇവിടെ 70-യും ഇവിടെ 100-ഉം ആണ്. സോ നമുക്ക് മാക്സിമം എത്ര അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 70 അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എത്രയായി? 100 മാറി 30 ആവും. ഇത് പോയി. മനസ്സിലായോ? ഇനി നോക്കിയേ, ഇവിടെ ഈ 130 നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യാൻ വിട്ടുപോയി. ഇവിടെ 0 ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. ഇനി ബാലൻസ് വരുന്നത് 150 മാത്രമാണ്. ഏതൊക്കെയാണ് നോക്കിയേ, ഇവിടെ 120 അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 30-യും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായി? നമ്മളിത് 0 ആകുമ്പോൾ തന്നെ വെട്ടണമായിരുന്നു, അത് വെട്ടിയില്ല. അഗൈൻ ഒന്ന് വരച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ അതങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. സോ കറക്റ്റായിട്ട് വരും. ഇവിടെ 120 വരും, ഇവിടെ 30 വരും.
സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. എളുപ്പമാണ്. ആ മെട്രിക്സിനകത്തുള്ള ലീസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് നോക്കുക, അതിനകത്തോട്ട് നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള അലോക്കേഷൻസ് നടത്തുക. അവിടെ ആകെ കൂടെ പ്രശ്നം ഇത്രേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ സെല്ലുകൾ യുണീക്കായിട്ട് ഒരേപോലെ കയറി വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞേ. അവിടെ ചെയ്യേണ്ടത് ആ 2 സെല്ലും എടുക്കുക, പോട്ടെ 2-3 സെല്ലും ആണെങ്കിൽ 2-3 സെല്ലും എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് മാക്സിമം അലോക്കേഷൻ ചെയ്യാം. മനസ്സിലായോ? അതിനകത്ത് മാക്സിമം അലോക്കേഷൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സെല്ല് ഏതാണെന്ന് ചൂസ് ചെയ്യുക. അത് ആദ്യമേ അങ്ങ് സെലക്ട് ചെയ്യുക. ഇനി അത് രണ്ടും ഒരേപോലെ വന്നാലോ, അതായത് 2 5 ആയിരുന്നു, നമ്മൾ രണ്ടിനകത്ത് ഒരെണ്ണം നോക്കിയപ്പോൾ 130 ഒരെണ്ണത്തിനകത്ത് 100 ആയിരുന്നു അല്ലേ. സപ്പോസ് ഇത് രണ്ടും 100 വരികയാണെങ്കിലോ, അങ്ങനെ വരുന്ന നേരത്തെ നിങ്ങൾക്ക് ആർബിട്രറിലി ഇഷ്ടമുള്ള അങ്ങ് ചൂസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. സോ അടുത്ത വീഡിയോ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതേപോലെ വളരെ എളുപ്പമല്ല, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്ന് പറയും. കുറേ അധികം കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.